ഓക്കെ, സ്ക്രീനിൽ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഒരു ബാങ്കിങ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം സാധാരണ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ എന്താ പറയാ, സാധാരണ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ ഏഹ്, ഈ ഒരു വെർട്ടിക്കൽ ഫോർമാറ്റിലുള്ള ഇപ്പോ നിലവിൽ നമ്മളൊക്കെ പഠിക്കുന്നത് എന്താണ്, വെർട്ടിക്കൽ ഫോർമാറ്റിലുള്ള ഫെനൽ അക്കൗണ്ട്സ് ആണല്ലോ. അതേ രീതിയിൽ തന്നെയാണ് ബാങ്കിങ് കമ്പനീസും, അതായത് കോർപ്പറേറ്റ് നമ്മൾ ഏതാണ് നമ്മുടെ ചാപ്റ്റർ ഉണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു? അക്കൗണ്ടിങ് ഫോർ സോറി കൺസോളിഡേറ്റഡ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് വെർട്ടിക്കൽ രൂപത്തിലാണല്ലോ. അതേ രൂപത്തിൽ തന്നെയാണ് ബാങ്കിങ് കമ്പനീസും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, വെർട്ടിക്കൽ രൂപത്തിൽ തന്നെയാണ്. അവിടെ നോട്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കോളം ഉണ്ടായിരുന്നു. ആ കോളത്തിന് പകരം ഇവിടെ എത്തിയപ്പോൾ അതെന്തായിട്ട് മാറിയിട്ടുണ്ട്? അത് ഷെഡ്യൂൾ എന്നായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ആ ഷെഡ്യൂളുകൾക്ക് അവിടെ എത്തി നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയ, അതായത് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മൾ, അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട ഇൻകംസും എക്സ്പെൻസും അസറ്റുകളുമാണ് ഇതിനകത്ത് കാണിക്കുന്നത് എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നോക്കി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ ബാങ്കിങ് കമ്പനി ഈസ് പ്രിപ്പയർഡ് ഇൻ വെർട്ടിക്കൽ ഫോം. ഓക്കെ, വെർട്ടിക്കൽ ഫോം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്താണ്, താഴെയായിട്ട് എഴുതുന്ന രീതിയിലാണ്. ഡെബിറ്റും ക്രെഡിറ്റും എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന കൺവെൻഷൻ സിസ്റ്റം അല്ല ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള, വെർട്ടിക്കൽ രൂപത്തിലുള്ള ഒരു ഫോർമാറ്റിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു ഫോർമാറ്റിന് ഫോം ബി ഓഫ് ദി തേർഡ് ഷെഡ്യൂൾ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 amended in 1991 is to be used for preparing profit and loss account. The form of profit and loss account is given below. അതായത് ബാങ്ക് റെഗുലേഷൻ ആക്ടിൽ പറയുന്നുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏത് രൂപത്തിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. 1990 അമെന്റ്മെന്റിലാണ് ആ ഒരു ഫോർമാറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ബാങ്ക് അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, നോക്കി ഫോം ബി. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഹെഡ് എഴുതിയിട്ട് വേണം ചെയ്യാൻ. ഫോം ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി എൻഡഡ് 31st മാർച്ച് എന്ന രീതിയിൽ. ഓക്കെ, ബാങ്കാണ്, ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വലിയ എമൗണ്ടിന്റെ കളികളാണ് അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എന്താണ് ഇതിനകത്ത് എഴുതുന്നത് സീറോസ് കട്ട് ചെയ്തിട്ടാണ്. ഓക്കെ, 3 കട്ട് ചെയ്തിട്ടാണ് സാധാരണ എഴുതാറുള്ളത്. നമുക്ക് എത്ര പൂജ്യം വേണോ നമ്മുടെ ഡിസിഷൻ ആണ്. സാധാരണയായിട്ട് 3 സീറോസ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എഴുതാറുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളും അത് തന്നെ ഫോളോ ചെയ്യുക. മാക്സിമം സീറോസ് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സ്ഥാനം എടുക്കുന്ന സമയത്ത്. ഓക്കെ, ചിലപ്പോൾ പോയിന്റ് ഒക്കെ വരും, അപ്പം അത് ശ്രദ്ധിക്കണം നിങ്ങൾ സീറോസ് ഒഴിവാക്കുന്ന സമയത്ത്. ഓക്കെ, മാക്സിമം 3 കട്ട് ചെയ്തിട്ട് തന്നെ ആ എമൗണ്ടുകൾ എഴുതാൻ പഠിക്കുക. അപ്പൊ 3 ഫുൾ എമൗണ്ട് എടുത്ത് വെച്ച് തെറ്റുണ്ടോ എന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല. 0 ഒഴിവാക്കാതെ ചെയ്താലും തെറ്റൊന്നുമില്ല. നമുക്ക് ഞാൻ പറഞ്ഞു, കോടികളുടെയും വലിയ എമൗണ്ട് എഴുതുന്ന സമയത്ത് 0 കൂടുതൽ എഴുതുമ്പോഴാണ് തെറ്റുക കാൽക്കുലേഷനിൽ. അപ്പൊ 0 ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് 0 കട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കി, ഒരു ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം നമ്മൾ എഴുതുന്നത് ഇൻകത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിൽ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഇൻകം എന്ന് പറയുന്നത് എന്താണ്? എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ഏൺഡ് എന്നായിരിക്കും അല്ലെ. ഒരു ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഇൻകം എന്ന് പറഞ്ഞത് ആ ബാങ്ക് കൊടുത്തിട്ടുള്ള ലോണ്, അഡ്വാൻസ്, അതിലൂടെ ലഭിക്കുന്ന, അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഇൻകം എന്ന് പറയുന്നത്. അതിന്റെ ഷെഡ്യൂൾ 13 ആണ്. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ 13 ആണ് നമ്മൾ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഷെഡ്യൂൾ 13, 14, 15, 16, അതായത് 4 ഷെഡ്യൂളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അകത്ത് വരുന്നത്. അപ്പം ഇതിനു മുമ്പ് ഉള്ള 1 മുതൽ 12 വരെയുള്ള ഷെഡ്യൂൾ കിടക്കുന്നത് എവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഫോർമാറ്റ് വരച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ബാലൻസ് ഷീറ്റിനകത്താണ് 1 മുതൽ എന്തുള്ളത്, 12 വരെയുള്ള ഷെഡ്യൂൾ ഉള്ളത്. പക്ഷേ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റ് ആണോ സ്റ്റാർട്ട് ചെയ്യുക? അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണെങ്കിലും ഷെഡ്യൂളിന്റെ എണ്ണം തുടങ്ങുന്നത് ബാലൻസ് ഷീറ്റിൽ വെച്ചിട്ടാണ് എന്ന് അതും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ദെൻ ഇൻട്രസ്റ്റ് ഏൺഡ്, അതർ ഇൻകം, ഇങ്ങനെ 2 കാറ്റഗറി, 2 ഗ്രൂപ്പാണ് ഇതിനകത്ത് ഉണ്ടാവുക ഇൻകം ആയിട്ട്. അതിൽ ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വരുന്ന ഐറ്റംസ് ഷെഡ്യൂൾ 3യിലാണ് ഉണ്ടാവുക. അത് ഏതൊക്കെയാണ് എന്ന് ഇവിടെ ഷെഡ്യൂൾ 3യിൽ 13ൽ പറയുന്നുണ്ട്. നോക്കിയേ, ഏതൊക്കെയാണ്? ഒന്ന് ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസ് ഓർ ബില്ല്. ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ് ഉണ്ടാവും. പിന്നെന്താണ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. ബിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വരുമാനം. പിന്നെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ.
പിന്നെ റിസർവ് ബാങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിസർവ് ബാങ്കിൽ നമ്മുടെ ഒരു ബാങ്ക് ഇത്ര ശതമാനം പണം നിക്ഷേപിക്കണം എന്ന് നിർബന്ധമുണ്ടല്ലോ. അങ്ങനെ ആ നിക്ഷേപത്തിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന എമൗണ്ട്, അങ്ങനെ അതുപോലെയുള്ള ഇൻട്രസ്റ്റ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ മെയിൻ ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു ബാങ്കിന്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി അത് എന്താണ്, ബാങ്കിന്റെ ആക്ടിവിറ്റിയുടെ കൂടെ നടക്കുന്ന എന്താണ്, സബായിട്ട് നടക്കുന്ന ആക്ടിവിറ്റി അല്ല, ബാങ്കിന്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ എല്ലാം എന്ത് ചെയ്യാം, നമുക്ക് ഷെഡ്യൂൾ 13 ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഷെഡ്യൂൾ 13 പ്രിപ്പ് വരച്ച് നമ്മൾ കണ്ടെത്തും. ആ ടോട്ടൽ എമൗണ്ട് മാത്രമേ നമ്മൾ എവിടേക്ക് എടുക്കാൻ പറ്റുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തേക്ക് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അല്ലാതെ ഇൻട്രസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് താഴെ എന്താണ് അഡ്വാൻസ്, ഡിസ്കൗണ്ട്, പിന്നെന്താണ് ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിസ്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ടേം ലോൺ, അങ്ങനെ പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഓൺ എന്താണ് കറന്റ് ലോൺ, ആ രീതിയിൽ നമ്മൾ എഴുതാൻ പാടുള്ളതല്ല. ഓക്കെ, അതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന് പുറത്ത് താഴെ ഒരു വർക്കിംഗ് നോട്ട് വഴി നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ ഷെഡ്യൂളിന്റെ ടോട്ടൽ കണ്ടെത്തിയിട്ട് ആ ടോട്ടൽ എമൗണ്ട് മാത്രമേ കാണിക്കാവൂ. ദെൻ അതർ ഇൻകംസ്. അതർ ഇൻകം ഷെഡ്യൂൾ 14 പറയുന്നു. ഷെഡ്യൂൾ 14 അതർ ഇൻകം, അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ബാങ്കിന്റെ മെയിൻ ആക്ടിവിറ്റിയിൽ നിന്നും അല്ലാത്ത ഇൻകംസ്. ബാങ്ക് സാധാരണയായിട്ട് ചെയ്യുന്ന കുറെ ഫങ്ഷൻസ് ഉണ്ടല്ലോ, അതിൽ നിന്നും അല്ലാതെ ബാങ്കിന് ലഭിക്കുന്ന ഇൻകംസ് ആണ് ഷെഡ്യൂൾ 14 പറയുന്നത്. അത് അതർ ഇൻകം എന്തൊക്കെയാണ് നോക്കി, കമ്മീഷൻ, എക്സ്ചേഞ്ച്, ബ്രോക്കറേജ്, ദെൻ ബാങ്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ലോസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം, പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതും ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം, പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ്, ലാൻഡ്, അങ്ങനെയുള്ള, അതായത് ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനത്തിൽ നിന്നല്ലാതെ, ഇത് ബാങ്കിനെ സംബന്ധിച്ചോളം എന്നും കിട്ടുന്ന ഒരു എമൗണ്ട് ആണോ? അല്ല. ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഒരു എമൗണ്ട് അല്ല. വല്ലപ്പോഴുമാണ് ബാങ്ക് എന്ത് ചെയ്യുക, അസറ്റ് വിൽക്കുക, വല്ലപ്പോഴായിരിക്കും ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് വെക്കുക, വല്ലപ്പോഴായിരിക്കും എന്താണ് ഇൻവെസ്റ്റ്മെന്റ് റീവാല്യൂ ചെയ്യുക. അപ്പം അങ്ങനെ ഒക്കേഷണലി ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്നും ബാങ്കിന് ലഭിക്കുന്ന ഇൻകംസ്, ആ രീതിയിൽ നമുക്കിതെല്ലാം കാണാതെ പഠിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ മനസ്സിലാക്കുക, ഒക്കേഷണലി, അതായത് വല്ലപ്പോഴും ബാങ്കിൽ നടക്കുന്ന ഇടപാട്, ആ ഇടപാടിലൂടെ ബാങ്കിന് ലഭിക്കുന്ന ഇൻകം, അതാണെങ്കിൽ അതർ ഇൻകം എന്നുള്ള ഷെഡ്യൂളിൽ കാണിക്കാം, ഷെഡ്യൂൾ 14. അപ്പൊ നിങ്ങൾക്ക് ഈ ഷെഡ്യൂൾ വരയ്ക്കുന്ന സമയത്ത് ഇതേ ക്രമത്തിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം അത്ര അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ഒക്കെ ആകുമ്പോൾ അത്ര കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. അത് നിങ്ങൾക്ക് എന്താണ് കാണാതെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് എടുത്തു വെച്ച് നിങ്ങൾ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് ഇത്ര അങ്ങോട്ട് കറക്റ്റ് കാണാതെ പഠിച്ച് എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു ലോജിക്ക് മനസ്സിൽ വെക്കുക. എന്താണ് ലോജിക്ക്? ബാങ്കിന് ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ലാതെ ഒക്കേഷണലി വല്ലപ്പോഴും ബാങ്കിലേക്ക് പല യാദൃച്ഛികമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇൻകംസ്, അത് കാണിക്കാനുള്ള ഹെഡാണ് അല്ലെങ്കിൽ ഷെഡ്യൂളാണ് എന്ത്, അതർ ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തത്, അപ്പൊ ഇൻകംസ് അത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ദെൻ അതിനുശേഷം ഇനിയുള്ളത് എന്താണ്, എക്സ്പെൻസ് ആണ്. അപ്പം നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസറിന് ടോട്ടൽ ഇൻകം എന്ന് പറയും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പെൻസുകൾ മൈനസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പ് ആയിട്ട് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. എക്സ്പെൻഡിച്ചറിൽ പ്രധാനപ്പെട്ട എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്. അതായത് ബാങ്ക് കൊടുത്തിട്ടുള്ള ലോണിൽ നിന്നും ബാങ്കിന് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് പോലെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള സേവിങ് ബാങ്ക് അക്കൗണ്ട് ആയിട്ടും ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ആയിട്ടും അതുപോലെ തന്നെ എന്താണ് കറണ്ട് അക്കൗണ്ടിലൂടെ, കറണ്ട് അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷെ അങ്ങനെ പലതരത്തിലുള്ള ബാങ്ക് ഡിപ്പോസിറ്റുകളുണ്ട്. അത്തരത്തിലുള്ള ബാങ്ക് ഡിപ്പോസിറ്റുകൾക്കൊക്കെ ബാങ്ക് നൽകുന്ന പലിശ. ഓക്കെ, അതാണ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറഞ്ഞ ഏരിയയിൽ കാണിക്കുക. ഓക്കെ, ദെൻ അതിന്റെ ഷെഡ്യൂൾ ഒന്ന് നോക്കാം നമുക്ക്. ഷെഡ്യൂൾ 15 ആണ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. നോക്കുക ആ ഷെഡ്യൂളിനകത്ത് എന്തെല്ലാം വരും. ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്, ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ബാങ്കിൽ നിന്നും ചിലപ്പോൾ നമ്മുടെ ബാങ്ക് എന്തെങ്കിലും കടം എടുത്തിട്ടുണ്ടായിരിക്കും, അതിന് നൽകുന്ന ഇൻട്രസ്റ്റ്, അല്ല പിന്നെ അതേഴ്സ്, മറ്റു തരത്തിലുള്ള ഇൻട്രസ്റ്റുകൾ, ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്ത്, ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറയുന്ന ഷെഡ്യൂളിന്റെ ടോട്ടല്. ഓക്കെ, ദെൻ അടുത്ത നോക്കൂ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഒരു ബാങ്ക് പ്രവർത്തിക്കണമെങ്കിൽ ആ ബാങ്കിന് വരാൻ സാധ്യതയുള്ള എക്സ്പെൻസുകളെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഒരു ബാങ്ക് പ്രവർത്തിക്കണമെങ്കിൽ വാടക കൊടുക്കേണ്ടി വരും, ഒരു ബാങ്ക് പ്രവർത്തിക്കണമെങ്കിൽ എംപ്ലോയീസിന് സാലറി കൊടുക്കേണ്ടി വരും,
അല്ലെ? ഒരു ബാങ്ക് പ്രവർത്തിക്കണമെങ്കിൽ അവിടുത്തെ അസറ്റുകൾക്ക് ഡിപ്രീസിയേഷൻ നൽകേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസിനെ ഒക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഷെഡ്യൂൾ 16 അത് ഡീൽ ചെയ്യുന്നത്. നോക്കി, ഷെഡ്യൂൾ 16 എന്തെല്ലാം ഐറ്റംസ് കാണിക്കുന്നുണ്ടെന്ന്. ഷെഡ്യൂൾ പറഞ്ഞതാ ഉണ്ടോ? പേയ്മെന്റ് ടു ആൻഡ് പ്രൊവിഷൻസ് ഫോർ എംപ്ലോയീസ്. ഇതിനെ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് എന്ന രീതിയിലും നമുക്ക് ഇതിനെ പറയാം. ക്വസ്റ്റ്യൻ അങ്ങനെ കാണാം. ഓക്കെ. പിന്നെ റെന്റ്, ടാക്സ് ആൻഡ് ലൈറ്റിംഗ്സ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. അതായത് ബാങ്കിന്റെ മെയിൻ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്, ലെൻഡിങ് മണിയാണ്. പക്ഷെ ആ ഒരു പ്രവർത്തനം നടത്തണമെങ്കിൽ എന്താണ്? കുറെ സൗകര്യങ്ങൾ വേണം, അല്ലെ? എന്ത് വേണം? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വേണം, ലൈറ്റ് വേണം, ടാക്സ് കൊടുക്കേണ്ടി വരും, റെന്റ് അടിക്കേണ്ടി വരും, അഡ്വർടൈസ്മെന്റ് വേണ്ടി വരും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ബാങ്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനകത്ത് വരിക, ആ ഷെഡ്യൂളിനകത്ത് വരിക. ഓക്കെ. ഐറ്റംസ് ഒരു ഒന്നോ രണ്ടോ ഒക്കെ വായിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതിനകത്ത് ഏതൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാതെ പഠിക്കണമെന്ന് നിർബന്ധം പറയുന്നില്ല. പക്ഷെ എന്താണ്, ഒരു ഐഡിയ കിട്ടണം നിങ്ങൾക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇത് ഏത് ഷെഡ്യൂളിനകത്തേക്ക് പോകുന്നു എന്നറിയാൻ. അപ്പൊ അതിന് ഞാൻ പറഞ്ഞ ആ രീതിയിൽ ലോജിക്കൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മൊത്തത്തിൽ 4 ഷെഡ്യൂൾ. അതിനുശേഷം ഷെഡ്യൂൾ ഇല്ലാതെ വേറെ സെപ്പറേറ്റ് ഹെഡ് തന്നെയാണ് പ്രൊവിഷൻ ആൻഡ് കണ്ടിൻജൻസി എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, പിന്നെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, അങ്ങനെയൊക്കെ പറയുന്ന പ്രൊവിഷൻസും അതുപോലെ എന്തെങ്കിലും കണ്ടിൻജൻസി ആയിട്ടുള്ള എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള ഏരിയയാണ് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും, അപ്പൊ നമ്മൾ ഒന്നാമത്തെ പാർട്ട് ടോട്ടൽ ചെയ്യുന്നു, രണ്ടാമത്തെ പാർട്ട് ടോട്ടൽ ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ പാർട്ടിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് പാർട്ടിൽ നിന്നും സെക്കൻഡ് പാർട്ട്, അതായത് ഫസ്റ്റ് പാർട്ട് എന്താണ്? ഇൻകം ആണ്. അതിൽ നിന്നും സെക്കൻഡ് പാർട്ടായിട്ടുള്ള എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അത് നമ്മൾ ഇവിടെ എഴുതുന്നു. ദെൻ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോസ് ബ്രോഡ് ഫോർവേഡ് ആയിട്ടുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. ഓക്കെ. അത് ചെയ്യുക. അങ്ങനെ രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതിന് ടോട്ടൽ പ്രോഫിറ്റ്. ദെൻ ആ പ്രോഫിറ്റിന് എന്ത് ചെയ്യണം? അപ്രോപ്രിയേഷൻ. നമ്മൾ സാധാരണ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇവിടെ നാലാമത്തെ ഗ്രൂപ്പ് ആയിട്ടാണ് ഇത് കാണിക്കുന്നത്, അപ്രോപ്രിയേഷൻസ്. ഓക്കെ. ഒരു ബാങ്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? റിസർവിലേക്ക് മാറ്റണം. അതിനെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയും. പിന്നെ മറ്റെന്തെങ്കിലും റിസർവുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഡിവിഡന്റ് എന്തെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അത്. ഓക്കെ. ബാക്കി വരുന്ന എമൗണ്ടിനെ നമ്മൾ അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ വേണ്ടി. ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ബാലൻസ് ഷീറ്റിനകത്ത് റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ ബാക്കി വരുന്ന എമൗണ്ടിനെ കാണിക്കും. ഓക്കെ. ഇതാണ് ഒരു ബാങ്കിങ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നിങ്ങൾ ഇതൊന്ന് വരച്ചിട്ടുണ്ടാകും, ഒരു റൗണ്ടൊക്കെ വായിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നോക്കുക, അപ്രോപ്രിയേഷൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റാറ്റ്യൂട്ടറി നിർബന്ധമായിട്ടും, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ, നിർബന്ധമായിട്ടും ഒരു ബാങ്ക് എന്ത് ചെയ്യണം? അവരുടെ അതാത് വർഷത്തെ പ്രോഫിറ്റിന്റെ എന്ത് ചെയ്യണം? 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആയിട്ട് മാറ്റിവെക്കണം. പിന്നെ വേറെ എന്തെങ്കിലും റിസർവ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ബാങ്ക് എന്തെങ്കിലും ഡിവിഡൻഡ് പെയ്ഡ് ബൈ ബാങ്ക് ടു ഗവൺമെന്റ് ഓർ ഷെയർഹോൾഡേഴ്സിനോ ഗവൺമെന്റിലേക്ക് എന്തെങ്കിലും ഡിവിഡൻഡ് പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അത്. ഇതൊക്കെയാണ് അപ്രോപ്രിയേഷന്റെ ഭാഗത്ത് ഉണ്ടാവുക. അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് എങ്ങോട്ട് മാറ്റണം? ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റുകയും വേണം. ഓക്കെ. ക്ലിയർ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ. ഇനി അടുത്തൊരു അക്കൗണ്ട് ആണ് നമ്മൾ നോക്കുന്നത്. അടുത്ത ഏതാണ്? ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ. ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് വരുന്നത് സെയിം രീതിയിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു, ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ ഷെഡ്യൂളുകളുടെ സ്റ്റാർട്ടിങ് എവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ്. പക്ഷേ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് അല്ല സ്റ്റാർട്ട് ചെയ്യുക എവിടെയാണ്? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആൻസർ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുവരാനുണ്ട്. പക്ഷെ ഷെഡ്യൂളിന്റെ നമ്പർ ഇട്ടപ്പോൾ ബാലൻസ് ഷീറ്റ് വെച്ചിട്ടാണ് തുടങ്ങിയത്. ഓക്കെ. അപ്പൊ അതൊരു സംശയമായിട്ട് നിലനിൽക്കണ്ട, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് എന്നാണ് ഇത് ബാലൻസ് ഷീറ്റിന്. അതായത് നമ്മുടെ ലയബിലിറ്റി സൈഡ്, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് ആണ് ആദ്യം വരുന്നത്. അതിനകത്ത് ക്യാപിറ്റൽ ഫസ്റ്റ് ഷെഡ്യൂൾ, റിസർവ് ആൻഡ് സർപ്ലസ് രണ്ടാമത്തെ ഷെഡ്യൂൾ, ഡിപ്പോസിറ്റുകൾ
ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഡിപ്പോസിറ്റ് നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എവിടെയാണ് കാണിക്കുക ഡിപ്പോസിറ്റ്? അതൊരു അസറ്റ് ആയിട്ടാണ് കാണിക്കുക. എന്തുകൊണ്ട്? കാരണം ബിസിനസ്സുകളെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ അസറ്റ് ആണ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിലേക്ക് പുറത്തു നിന്നുള്ള ആള് എന്ത് ചെയ്യാണ്? നിക്ഷേപിക്കുന്ന പണമാണ്. അത് ബാങ്കിന്റെ ബാധ്യതയാണ്, ലയബിലിറ്റി ആണ്. ഓക്കെ, ബാങ്ക് ആ ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് ഡിപ്പോസിറ്റ് എന്നുള്ള വാക്ക് ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ലയബിലിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ബാങ്കിന് സാധാരണ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കരുത്. അതിനെ മിക്കവാറും അതിന്റെയൊക്കെ ഓപ്പോസിറ്റ് ആണ് ബാങ്കിൽ സംഭവിക്കുന്നത്. സാധാരണ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, ലോൺ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഒരു ബാധ്യതയാണ്. പക്ഷെ ബാങ്കിനെ സംബന്ധിച്ചോളം ലോണാണ് അസറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡിപ്പോസിറ്റ് ഷെഡ്യൂൾ 3, ബോറോയിങ്സ് ഷെഡ്യൂൾ 4, ദെൻ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് ഷെഡ്യൂൾ 5. ഓക്കെ, ദെൻ അസറ്റ് നോക്കുന്ന സമയത്ത് അസറ്റിന് ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI, അത് ഒരു ബാങ്ക് നിർബന്ധമായിട്ടും കുറച്ച് ക്യാഷ് റിസർവോ അതുപോലെ തന്നെ RBIയിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കുറച്ച് എമൗണ്ട് ബാങ്ക് കെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ കാണിക്കുന്നതാണ് ഷെഡ്യൂൾ 6 ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI എന്ന് പറയുന്നത്. അടുത്തത് ബാലൻസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. അതായത് ബാങ്കിന്റെ കയ്യിൽ കെപ്റ്റ് ചെയ്യണം കുറച്ച് പണം. കാരണം എന്താണ്, ഇനി ഏതൊരു നിമിഷവും എന്താണ് ഒരാൾ ചെക്കും കൊണ്ട് വലിയൊരു എമൗണ്ട് ഒക്കെ ചിലപ്പോൾ എഴുതിയെടുക്കാൻ വരും. ആ സമയത്ത് ബാങ്കിന് കൊടുക്കാൻ പണം ഉണ്ടാവണം, അല്ലെ? അതില്ല. അപ്പൊ അതിനു വേണ്ടി ബാങ്ക് അവരുടെ ടൈം ആൻഡ് ഡിമാൻഡ് ഡിപ്പോസിറ്റിന്റെ ഒരു സർട്ടൻ പെർസെന്റേജ് ബാങ്ക് എന്ത് ചെയ്യും? അവിടെ തന്നെ കെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പണമാണ് ബാലൻസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ടീസ്, നമ്മളൊരു ഒരു ഷോർട്ട് നോട്ടീസ് എന്ന ചെറിയൊരു അറിയിപ്പ് തരും ബാങ്കിന്. ഈ നാളെ ഞങ്ങൾ വരും, ഇത്ര എമൗണ്ട് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരണം. അപ്പൊ അങ്ങനെ അറേഞ്ച് ചെയ്ത് തരണം എന്ന് പറഞ്ഞ സമയത്ത് കൊടുക്കാൻ ബാങ്കിന്റെ കയ്യിൽ പണം ഉണ്ടാവണം. ഓക്കെ, ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് അഡ്വാൻസസ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് കൊടുക്കുന്ന അഡ്വാൻസ് ബാങ്കിന് എന്താണ്? അസറ്റ് ആണ്. ബാങ്ക് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ്, പിന്നെ അതർ അസറ്റ്. ഈ രീതിയിലാണ് പോകുന്നത്. 6, 7, 8, 9, 10, 11. ഓക്കെ, ഇങ്ങനെ 11 വരെയുള്ള ഷെഡ്യൂളുകൾ ഏതിനകത്ത് വരും? നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് വരും. ഇനി ബാലൻസ് ഷീറ്റിന് പുറത്ത് കണ്ടിൻജന്റ് ലയബിലിറ്റി, പക്ഷെ ഇത് ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ ഫോർമാറ്റിനകത്താണ്, പക്ഷെ ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ എമൗണ്ടിന് പുറത്തുമാണ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് ടോട്ടൽ ഫോർമാറ്റിനകത്തായിട്ട് എഴുതേണ്ട ഒരു ഐറ്റമാണ് ഈ കണ്ടിൻജന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. പക്ഷെ ടോട്ടൽ നമ്മൾ ടോട്ടൽ എമൗണ്ട് എടുക്കുന്നതിന് പുറത്തുമായിരിക്കും ഇത് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കണം. കണ്ടിൻജന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞെങ്കിൽ ഇത് ആ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഒരു ബാധ്യത ആയിട്ടില്ല. ഓക്കെ, ഡിപ്പെൻസ് അപ്പോൺ കണ്ടിൻജൻസി അല്ലെങ്കിൽ ഡിപ്പെൻസ് അപ്പോൺ കണ്ടീഷൻസ്. അതായത് ബാങ്കിന്റെ ഒക്കെ ഒരു ഓർഡർ, ഒരു വിധി വരുമ്പോൾ ചിലപ്പോൾ അത് എന്തായിട്ട് മാറാം? ബാധ്യതയായിട്ട് മാറാം. ബാങ്കിന് ഒരു ബാധ്യതയായിട്ട് മാറാം. അങ്ങനെ ബാങ്കിന് ബാധ്യതയായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു ഐറ്റത്തിനെ ബാങ്ക് എഴുതേണ്ടത് എവിടെയാണ്? കണ്ടിൻജന്റ് ലയബിലിറ്റീസ് എന്നുള്ള ഭാഗത്താണ് എഴുതേണ്ടത്. ഓക്കെ, അതിന്റെ ഷെഡ്യൂൾസ് ഇവിടെ പറയുന്ന ഷെഡ്യൂൾസ് ഉണ്ട്, അതിന് ഫോർമാറ്റും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പൊ ഈ ഫോർമാറ്റ് ഷെഡ്യൂൾ നിങ്ങൾ ഒരു റൗണ്ട്, 1-2 റൗണ്ട് നിങ്ങൾ വായിക്കണം. അതിനകത്തുള്ള ഐറ്റംസിനെ കുറിച്ച് ചെറിയൊരു ധാരണ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. എന്നാലേ നമുക്ക് ഇത് കൃത്യമായിട്ട് കംപ്ലീറ്റ് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത എൻ്റെ ഒരു സ്റ്റോറിയാണ്. ഓക്കെ, ആ സ്റ്റോറി നിങ്ങൾ ഒന്ന് എഴുതി വെച്ചോളൂ നോട്ടിൽ, ലെക്ചർ നോട്ടായിട്ട്. നമ്മൾക്ക് ഈ ഷെഡ്യൂൾ കാണാതെ പഠിക്കാൻ എത്ര ഷെഡ്യൂൾ ഉണ്ട് മൊത്തത്തിൽ എത്ര ഷെഡ്യൂൾ ഉണ്ട്? മൊത്തത്തിൽ 15 ഷെഡ്യൂൾ ഉണ്ട്, അല്ലെ? ആ 15 ഷെഡ്യൂൾ നമുക്ക് കാണാതെ പഠിക്കാൻ വളരെ ഈസി ആണോ? ഈസി ആണോ വെച്ചാൽ അങ്ങനെ കാണാതെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ എന്താണ് പദ്യം വായിച്ച് പഠിക്കുന്ന പോലെ അങ്ങനെ ചൊല്ലി 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 കാണാതെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ പഠിക്കാം. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാനൊരു കഥ പറഞ്ഞുതരാം. ആ കഥ നിങ്ങൾ മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ അത് ഉപകാരപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ആ കഥ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ആ കഥ എന്ന് പറയുന്നത്
ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്ക്രീനിൽ. നോക്കി, ഞാനിവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള സ്പെല്ലിങ്ങുകൾ നോക്കാം. CARDBO CBIAFO, പിന്നെ ഒരു സി പുറത്തിട്ടിട്ടുണ്ട്, പിന്നെ IOIO, ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ. അപ്പം അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതെന്താണ്, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഷെഡ്യൂൾസിന്റെ എന്താണ് ആദ്യത്തെ ലെറ്റർ ഞാൻ അങ്ങോട്ട് എടുത്ത് എഴുതിയതല്ലേ, അല്ലേ? ഇതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യമെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. ഓക്കെ, ഓക്കെ, അത് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള ബാലൻസ് ഷീറ്റിനകത്തും അതുപോലെ തന്നെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തും വരുന്ന ഷെഡ്യൂളുകളുടെ ആദ്യത്തെ ലെറ്റർ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതി, അതിന് നേരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെഡ്യൂൾ നമ്പറും ഞാൻ ഇവിടെ എഴുതി. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് കാണാതെ പഠിച്ചാൽ നമുക്ക് എന്താണ് ആ ഷെഡ്യൂൾ കൃത്യമായിട്ട് അങ്ങോട്ട് നമ്പർ ഇട്ട് എഴുതാൻ പറ്റും. നമ്മൾ ഒരു പരീക്ഷയ്ക്ക് ഇതിന്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് എഴുതി അതിന്റെ ഷെഡ്യൂൾ നമ്പർ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ അതിനകത്തുള്ള എമൗണ്ടുകൾ കുറച്ച് തെറ്റിയാലും നിങ്ങൾക്ക് ഒരു പകുതി മാർക്ക് കിട്ടും. 10 മാർക്കിന്റെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആ ഫോർമാറ്റും ആ ഷെഡ്യൂൾ നമ്പറും കറക്റ്റ് ആയതിന് 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അത് ലഭിക്കാൻ ഈ ഒരു കോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഇത് എങ്ങനെ വായിക്കേണ്ടത് എന്ന് പറയാം. ഈ കഥ ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഈ ഒരു സെന്റൻസിനെ നമുക്ക് കൂട്ടിയാണ് വായിക്കുക. അപ്പൊ കൂട്ടി വായിക്കുമ്പോൾ എന്താ വരുന്നത്? കാർഡ്ബോ എന്ന് പറയും, അല്ലെ? കാർഡ്ബോ. ഓക്കെ. കാർഡ്ബോ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പേരായിട്ട് കരുതുക. കാർഡ്ബോ എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനിയുടെ പേരാണ്. ഓക്കെ. അപ്പൊ കാർഡ്ബോ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്. ക്ലിയർ? കാർഡ്ബോ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അപ്പൊ കാർഡ്ബോയുടെ സ്പെല്ലിംഗ് എന്താണ്? CARDBO. കാർഡ്ബോ എന്നൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ ഒരു മോഷണം നടന്നു, തെഫ്റ്റ്, ഒരു കള്ളക്കടത്ത് എന്തെങ്കിലും നടന്നു ചോദിച്ചോളൂ, അല്ലെങ്കിൽ ഒരു തട്ടിപ്പ്, ഫ്രോഡ്. കമ്പനിയൊക്കെ ആകുമ്പോൾ എന്താണ്? ഫ്രോഡാണ് ഉണ്ടാവുക. എന്തെങ്കിലും ഒരു ഫ്രോഡ് നടന്നു. ഓക്കെ. ഒരു ഫിനാൻഷ്യൽ പരമായിട്ട് സാമ്പത്തിക തട്ടിപ്പ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ എന്തോ ഒരു ഫ്രോഡ് കമ്പനിക്കകത്ത് നടന്നു. ക്ലിയർ? ആ ഫ്രോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കേസൊക്കെ കൊടുത്തു. കേസൊക്കെ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഗവൺമെന്റ് അത് ആരെ തന്നെ ഏൽപ്പിച്ചു? സാധാരണ പോലീസുകാരെന്നല്ല ഏൽപ്പിച്ചത്, കുറച്ച് വലിയ ടീമിനെ തന്നെ ഏൽപ്പിച്ചു. ആരാണ്? CBI, അല്ലെ? CBI എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ മമ്മൂട്ടിയുടെ ആള്, അല്ലെ? മമ്മൂട്ടിയുടെ കഥാപാത്രം നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടോ? CBIയുടെ ഫുൾ എന്താ? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അല്ലെ? CBIനെ തന്നെ എന്ത് ചെയ്തു? ഗവൺമെന്റ് ഏൽപ്പിച്ചു ആ കമ്പനിയിലെ ആ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ? അങ്ങനെ CBI വന്നു, കേസൊക്കെ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോഴാണ് CBIക്ക് മനസ്സിലായത് അവിടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ആരാണ്? AFO ആണ്. AFO എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ്? ഒരു ഒരു എന്താണ്? അസിസ്റ്റന്റ് ഫിനാൻഷ്യൽ ഓഫീസർ ആണ്. ഓക്കെ. അസിസ്റ്റന്റ് ഫിനാൻഷ്യൽ ഓഫീസർ. നമ്മൾ തൽക്കാലം കഥയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാനം കൊടുത്താട്ടോ, AFO. ഓക്കെ. അവിടുത്തെ AFO എന്ത് ചെയ്തു? AFO ആണ് അവിടെ ഈ തിരിമറിയൊക്കെ നടത്തിയത്, സാമ്പത്തിക തട്ടിപ്പൊക്കെ നടത്തിയിട്ടുള്ളത്. ക്ലിയർ? ദെൻ കഥയിൽ ഇല്ലാത്ത ഒരു സി, അത് നമ്മൾ തൽക്കാലം വെക്കുക. അത് കഥയിൽ ഉൾപ്പെടുത്താൻ അതിനൊരു റോളൊന്നും ഇല്ല, അതുകൊണ്ട് തൽക്കാലം സി അവിടെ ഉണ്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക. അങ്ങനെ AFO വന്നു. AFO ആണ് എന്ത് തട്ടിപ്പൊക്കെ നടത്തിയത് എന്ന് CBIക്ക് മനസ്സിലായി. അപ്പൊ സാധാരണയായിട്ട് CBI ചോദ്യം ചെയ്യുമ്പോൾ എന്താ ചെയ്യാ? ചോദ്യം ചെയ്യും, അല്ലെ? CBI വന്ന് AFOനോട് ചോദ്യം ചെയ്തു. AFO ചോദ്യം ചെയ്യുന്ന സമയത്ത് AFO സാധാരണ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയോ? പറയില്ല. അവർ മറുപടി പറയാൻ എന്ത് വേണ്ടി വരും? 1-2 കൊടുക്കേണ്ടി വരും, അല്ലെ? 1-2 കൊടുക്കാതെ ഒന്ന് രണ്ട് അടി, ഒരു മൂന്നാം മുറ എന്നൊക്കെ പറയും. 1-2 അടിയൊക്കെ കൊടുത്തു. അടിയൊക്കെ കിട്ടിയപ്പോ AFO കരഞ്ഞു. കരയുന്ന സമയത്ത് നമ്മൾക്ക് സാധാരണക്കാരെ എങ്ങനെയാണ്? ആ രീതിയിലല്ല AFO കരഞ്ഞത്. AFO കരഞ്ഞത് അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞത്. ഓക്കെ. അപ്പോൾ IOIO. ഓക്കെ. അതൊരു ഷെഡ്യൂളാണ്, അല്ലെ? ഏതിന്റെ ഷെഡ്യൂളാണ്? അയ്യോ അയ്യോ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഷെഡ്യൂളാണ്. ക്ലിയർ? അപ്പൊ നിങ്ങൾ ഈ ഒരു കഥ മൈൻഡിലാണ്ട് വെച്ചോളൂ. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ നമ്പർ തെറ്റാതെ ആ കഥയിലുള്ള ആ സ്പെല്ലിങ്ങുകൾ നിങ്ങൾ അങ്ങനെ പറക്കി എഴുതുക, ഒരു ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിലായിട്ട്. അപ്പൊ അതിന് നേരെ എന്ത് ചെയ്യുക? നമ്പർ ഇട്ട് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഷെഡ്യൂൾ നമ്പർ തെറ്റാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർമാറ്റ് വരയ്ക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഇനി നോക്കുക, നിങ്ങൾ കാർഡ്ബോ എന്ന കമ്പനിയിലെ CA എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ. ഓക്കെ. ക്യാപിറ്റലിന്റെ ഷെഡ്യൂൾ നമ്പർ എത്രയാണ്? 1. R എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? R റിസർവ് ആൻഡ് സർപ്ലസ്, അതിന്റെ ഷെഡ്യൂൾ നമ്പർ എത്രയാണ്? 2. D എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പോസിറ്റ്, ഷെഡ്യൂൾ നമ്പർ എത്രയാണ്? 3. B ബോറോയിങ്, ഷെഡ്യൂൾ നമ്പർ എത്രയാണ്? 4. ദെൻ O എന്താണ്? ഓയുടെ എന്തായിരുന്നു? അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. ഓക്കെ. ഷെഡ്യൂൾ നമ്പർ 5. C എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷറ്റ്
ബാലൻസ് ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI ഷെഡ്യൂൾ നമ്പർ 6. ദെൻ 7 എന്താണ്, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ എന്താണ്, ബാലൻസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആണ് ഷോർട്ട് നോട്ടീസ് ഷെഡ്യൂൾ നമ്പർ 7. ദെൻ ഐ ഇൻവെസ്റ്റ്മെന്റ്, എ അഡ്വാൻസസ്, എഫ് ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഫിക്സഡ് അസറ്റ്, ഓ അതർ അസറ്റ്. ദെൻ നമ്മുടെ കഥയിലില്ലാത്ത പുറത്തുള്ള കഥാപാത്രം അല്ലെ, ഇയാളും പുറത്താണ് അല്ലെ. കണ്ടിന്റന്റ് ലയബിലിറ്റീസും എന്താണ്, നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്തില്ലാത്ത പുറത്തുള്ള ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിനെ നമ്മൾ കഥയിൽ നിന്നും പുറത്താക്കി. ഓക്കെ, അത് കണ്ടിന്റന്റ് ലയബിലിറ്റീസ്. ക്ലിയർ? അതിന്റെ ഷെഡ്യൂൾ നമ്പർ 12. ദെൻ പിന്നെന്താണ്, പിന്നെ ഈ അടി കിട്ടിയപ്പോൾ എന്താണ്, AFO കരഞ്ഞു. അപ്പൊ അയാൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞു. ആ അയ്യോ അയ്യോ എവിടത്തെ ഷെഡ്യൂൾ ആണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ അകത്തുള്ള ഷെഡ്യൂൾ ആണ് അല്ലെ. എന്താണ്, ഇൻട്രസ്റ്റ് ഏൺഡ് അല്ലെ, അതർ ഇൻകം, ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ക്ലിയർ? ഷെഡ്യൂൾസ് ഫുൾ ആയല്ലോ. ഷെഡ്യൂൾ നമ്പറുകൾ തെറ്റാതെ നിങ്ങൾക്ക് എഴുതാൻ ഈ കഥ ഉപകാരപ്പെടില്ലേ? അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഈ കഥയൊക്കെ വെച്ചിട്ട് ഇതൊന്ന് പഠിച്ചു നോക്കൂ. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഷെഡ്യൂളൊക്കെ കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇനി ഇനി ഈ കഥ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്താണ് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയക്ക് പറഞ്ഞു എന്നുള്ളേ. ഇത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്റെയൊക്കെ സാറ് അന്ന് എനിക്ക് തന്ന ഒരു കഥയായിരുന്നു. ആ കഥ എനിക്ക് എന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപകാരപ്പെട്ടു എന്ന് മാത്രം. ഞാൻ ഉണ്ടാക്കിയ കഥയൊന്നും അല്ല കേട്ടോ. ഓക്കെ, ശരി. അപ്പം അതൊക്കെ അല്ലേ? ശരി. അപ്പൊ ഏകദേശം ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു പ്രോബ്ലം, ഞാൻ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഒരു പ്രോബ്ലം ഞാൻ ഇന്ന് പറയാം. അപ്പൊ ആ പ്രോബ്ലം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് സദേൺ ബാങ്ക് ലിമിറ്റഡ്, ഓക്കെ, ഫോർ ദ ഇയർ എൻഡിങ് 31st March 2020 ഫ്രം ദി ഫോളോയിങ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു March 20 സദേൺ ബാങ്കിന്റെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഐറ്റംസ്, ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി, പിന്നെ നിങ്ങൾക്ക് എഴുതാട്ട ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് അല്ലെ. ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ബാങ്കിന്റെ പോയിന്റ് ചിന്തിക്കുക. ബാങ്കിന്റെ പോയിന്റ് ചിന്തിക്കുന്ന സമയത്ത് എന്താണ്, ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ബാങ്കിന്റെ അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ബാങ്കിന്റെ എന്താണ്, ബാങ്കിന്റെ ലയബിലിറ്റി ആണ് അല്ലെ. ബാങ്കിന്റെ ലയബിലിറ്റി ആണ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ബാങ്കിന്റെ എക്സ്പെൻസ് ആയിരിക്കും. അപ്പൊ എക്സ്പെൻസ് സൈഡിൽ എഴുതേണ്ട കാര്യമാണ്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എവിടെ എഴുതണം? ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. ഓക്കെ, ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറഞ്ഞ സാധനത്ത് എഴുതേണ്ടതാണത്. അതുകൊണ്ടാണ് ഞാൻ IE എന്നിട്ടത് ചുരുക്കിയിട്ടത്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത്, ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതേ രീതിയിൽ മാർക്ക് ചെയ്താൽ മതി. പക്ഷെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എന്ത് വിചാരിക്കരുത്, നിങ്ങളുടെ ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചർക്ക് അതൊരു മാൽ പ്രാക്ടീസ് ആയിട്ട് തോന്നരുത് കേട്ടോ. അങ്ങനെ മാർക്ക് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ആ ബാങ്കിന്റെ ഒരു എക്സ്പെൻസ് ആണ്. ആ ബാങ്കിന്റെ മെയിൻ എക്സ്പെൻസ് ആണ് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് നൽകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറഞ്ഞ ഷെഡ്യൂൾ ആണ് അത് വരിക. ഓക്കെ, ദെൻ കമ്മീഷൻ ക്രെഡിറ്റ് ആണ്, CR എന്നിട്ടത്. അതുകൊണ്ട് എന്താണ്, CR എന്നിട്ടാൽ ഇൻകം ആണ്. ഡെബിറ്റ് ആണെങ്കിൽ എന്താണ്, ചെലവ് എന്നർത്ഥം. ഓക്കെ, അപ്പൊ കമ്മീഷൻ CR എന്ന് പറയുമ്പോൾ അത് എവിടെ വരും? OI എന്നിട്ടത് അതർ ഇൻകം ആയിട്ടാണ്. ഓക്കെ, അതർ ഇൻകത്തിന്റെ ഷോർട്ട് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അസറ്റ് ആണ് അല്ലെ. ബാങ്ക് ലോൺ കൊടുക്കുന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോൺ എന്താണ്, ലയബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ പോയിന്റ് ചിന്തിച്ചിട്ട് പ്രോബ്ലം തെറ്റിക്കരുത്. നമ്മൾ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിട്ട് ചിന്തിച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, ഇത് നമ്മൾ തെറ്റിക്കുക എപ്പോഴും അങ്ങനെയാണ്. കാരണം ലോൺ ലയബിലിറ്റി അല്ലേ. ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ലോൺ ലയബിലിറ്റി സൈഡിൽ എഴുതി ശീലമുള്ള, ഡിപ്പോസിറ്റ് അസറ്റ് സൈഡിൽ എഴുതി ശീലമുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് അത് തെറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നത് അത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്താണ്, അത് ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ഷെഡ്യൂളിൽ വരേണ്ടതാണ്. ദെൻ സൺട്രി ചാർജസ് എവിടെ വരേണ്ടതാണ്? സൺട്രി ചാർജ് DR എന്നിട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, അത് പേയ്മെന്റ് ആണ്. സോ അത് അതർ എക്സ്പെൻസിൽ വരേണ്ടതാണ്. ഓക്കെ, ദെൻ അതർ എക്സ്പെൻസ് അല്ല, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ദെൻ റെന്റ് ടാക്സസ് എവിടെ വരേണ്ടതാണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. കാരണം ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബാങ്കിങ് ബിസിനസ്സിന് വേണ്ടി വരുന്ന, ബാങ്കിങ് ബിസിനസ്സിന്റെ പ്രധാനപ്പെട്ട ചെലവുകൾക്ക് പുറമെ ആ ബാങ്ക് നിന്ന് പോകണമെങ്കിൽ എന്ത് വേണം? റെന്റ് കൊടുക്കണം, ടാക്സ് കൊടുക്കണം,
എംപ്ലോയീസിന് പേയ്മെന്റ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെയാണ് ഇവിടെ വരിക, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ വരിക. അപ്പൊ സൺഡ്രി ചാർജസ്, റെന്റ് ആൻഡ് ടാക്സസ്, എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞെങ്കിൽ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട ചെലവുകളെയാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഉൾപ്പെടുത്താം. ദെൻ അടുത്ത് നോക്കി, ഡിസ്കൗണ്ട് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ബിൽ റിസീവബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. അപ്പൊ അത് ബാങ്കിലേക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും? ഒരു കമ്മീഷൻ പിടിച്ചിട്ട് നമുക്ക് ഒരു എമൗണ്ട് തരും കസ്റ്റമർക്ക്. അപ്പൊ ബാങ്ക് അതിൽ നിന്നും കളക്ട് ചെയ്യുന്ന കമ്മീഷൻ എമൗണ്ട് ആണ് ഡിസ്കൗണ്ട് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത്. ആ ബിൽ ഡിസ്കൗണ്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ബാങ്കിന് കിട്ടിയിട്ടുള്ള എമൗണ്ട്. ഓക്കെ, അപ്പൊ അതെന്താണ്? ബാങ്കിന്റെ മെയിൻ ആക്ടിവിറ്റിയിൽ നിന്നുള്ള വരുമാനമാണ്. സോ അതെവിടെ വരും? ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ഷെഡ്യൂളിൽ വരും. ഓക്കെ, ഇൻട്രസ്റ്റ് ഏൺഡ് ഷെഡ്യൂളിലെ ഐറ്റംസ് വായിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഐറ്റം. ഓക്കെ, ദെൻ അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു അസറ്റ് ആണ്, അഡ്വാൻസസ് ആണ്. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഇൻകവും കൂടിയാണ്. സോ ഇൻട്രസ്റ്റ് ഏൺഡ് എന്നുള്ള ഷെഡ്യൂളാണ് വരിക. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് എവിടെ വരും? ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞ ഷെഡ്യൂൾ വരും. ഓക്കെ, ദെൻ ഓഡിറ്റേഴ്സ് ഫീസ് എവിടെ വരും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ വരും. ഡയറക്ടേഴ്സ് ഫീസ് എവിടെ വരും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ വരും. ദെൻ ബാഡ് ഡെപ്റ്റ് ടു ബി റിട്ടേൺ ഓഫ്, ബാഡ് ഡെപ്റ്റ്, അതുപോലെ തന്നെ എന്താണ്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം, ബാഡ് ഡെപ്റ്റും പ്രൊവിഷനും ഒക്കെ എവിടെ കാണിക്കേണ്ടത്? പ്രൊവിഷൻ ആൻഡ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത്, അവിടെയാണ് അത് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഐറ്റംസ്, ഇത്രയും ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇത്രയും ഐറ്റംസ് ഏതൊക്കെ ഭാഗങ്ങളിൽ വരും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ട ഷെഡ്യൂൾ ഏതാണ്? ഷെഡ്യൂൾ ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ഷെഡ്യൂളാണ്. ക്ലിയർ? ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ഷെഡ്യൂളാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കി, ഈ നമ്മളിപ്പോ എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ? എല്ലാം മാർക്ക് ചെയ്തല്ലോ. ഏതെല്ലാം ഷെഡ്യൂളുകളിൽ എവിടെയെല്ലാം വരും എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ചെയ്യാൻ സുഖമല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ഷെഡ്യൂൾ ഏതാണ്? IOI അല്ലെ? IO അതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഷെഡ്യൂൾ നമ്പർ എത്രയാണ്? ഷെഡ്യൂൾ നമ്പർ 13 ആണ് എന്ത്? ഇൻട്രസ്റ്റ് ഏൺഡ് അല്ലെ? ഷെഡ്യൂൾ നമ്പർ 14 ആണ് എന്ത്? അതർ ഇൻകം. ഷെഡ്യൂൾ നമ്പർ 15 ആണ് എന്ത്? ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. ഷെഡ്യൂൾ നമ്പർ 16 ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് കഥ ഒന്ന് കാണാപാഠം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അത് അങ്ങോട്ട് കാണാപാഠം പഠിച്ചിട്ട് നമ്പർ എഴുതാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സൈഡിൽ അവിടെ എഴുതി വെക്കുക ആ ഷെഡ്യൂളും കഥയും, അപ്പൊ അത് കിട്ടും. യെസ്, അപ്പൊ നോക്കുക, ഇവിടെ അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യത്തെ ഷെഡ്യൂൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൽ നിന്ന് പിക്ക് ചെയ്യാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് IER, ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണ്? നമ്മള് ഒന്ന് ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ട്. പിന്നെ ഏതാ ഉള്ളത്? ഡിസ്കൗണ്ട് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ഉണ്ട്, അതെടുക്കണം. പിന്നെ അപ്പൊ അങ്ങനെ എടുക്കുന്ന ഐറ്റംസ് ഒക്കെ ടിക്ക് ചെയ്ത് പോവാ. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, അത് എടുക്കണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് ഉണ്ട്. ഇത്രയും ഐറ്റമാണ് നമുക്ക് IER, ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞ ഷെഡ്യൂളിൽ എഴുതാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയും ഐറ്റംസ് ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞ ഷെഡ്യൂളിൽ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞ ഷെഡ്യൂളിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്? ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്വസ്റ്റ്യൻ എത്രയാ പറഞ്ഞിട്ടുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്വസ്റ്റ്യൻ എത്രയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരം. സ്റ്റഡി മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യനിൽ നോക്കി, ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയാണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എവിടെയാ? 24,90,000. നമ്മൾ എങ്ങനെ ചെയ്യുക? നമ്മൾ 3 0 കട്ട് ചെയ്തിട്ടാണ് എഴുതുക. 3 zeros കട്ട് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ 24,90,000 എന്ന് പറയുമ്പോൾ എത്രയാണ്? 24,90,000 എന്ന് പറയുമ്പോൾ ആ എമൗണ്ട് എത്രയാണ്? ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിൽ നിന്ന് 3 0 കട്ട് ചെയ്യുമ്പോൾ 1 2 3, അപ്പൊ എത്രയായി? 2,490. ഓക്കെ, അങ്ങനെയാണ് എമൗണ്ട് എഴുതേണ്ടത്. ബാങ്കിന്റെ കേസിൽ നമ്മൾ സാധാരണ 3 0 കട്ട് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഓക്കെ, 2,490. ഇനി അടുത്തത് എന്താണ്?
ഡിസ്കൗണ്ട് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എത്രയാണ്? ഡിസ്കൗണ്ട് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് 14,90,000. അപ്പൊ നമുക്ക് ഇതിൽ എന്താ അവിടെ തന്നെ 3 ഒഴിവാക്കി എടുത്താൽ മതി. എത്രയാണ്? 1490 അല്ലെ? അവിടെ എഴുതിയാൽ മതി. ക്ലിയർ? 1490. ദെൻ അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എത്രയാണ്? 16 ലക്ഷമാണ്. 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1600 എഴുതുക. 1600. ദെൻ നെക്സ്റ്റ് അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് എത്രയാണ്? 23,20,000. 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2,320 അല്ലെ? 2,320. യെസ്. ഇനി ഇതെല്ലാം ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? ടോട്ടൽ ചെയ്ത് നോക്കി. എത്രയാണ്? 2,490 പ്ലസ് 1,490 പ്ലസ് 1,600 പ്ലസ് 2,320. അപ്പം 7,900 വരും. 7,900 എന്ന് പറയുമ്പോൾ എന്താണ്? 7,90,000 എന്നാണ് അതിനർത്ഥം കേട്ടോ. അപ്പൊ നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് എഴുതുന്നു. ഓക്കെ, അതായത് അതിനോട് കൂടി 3 കൂടി കൂട്ടണം ശരിക്കും അതിന്റെ എമൗണ്ട് വായിക്കുമ്പോൾ. അപ്പം 7,900. ക്ലിയർ? ഇനി ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോഴും എന്താണ് നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ ടോട്ടൽ എമൗണ്ട് മാത്രമാണ് എവിടെ എഴുതേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അത് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള 7,900 എഴുതാം. ഓക്കെ, ഇനി അടുത്ത ഷെഡ്യൂളാണ് അതർ ഇൻകം എന്ന് പറയുന്ന ഷെഡ്യൂൾ. അതർ ഇൻകം. അപ്പൊ ഇനി അതർ ഇൻകം നമ്മൾ OI എന്നിട്ടിട്ടുള്ളത് എത്ര ഐറ്റംസ് ഉണ്ട് നോക്കുക. OI എന്നിട്ടിട്ടുള്ളത് ഒരേ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലെ? ഏതാണ്? കമ്മീഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു ഐറ്റം എടുത്തത് കൊണ്ട് ആ ഐറ്റം തീർന്നു എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? അവിടെ ഒരു ടിക്കറ്റ് കൊടുക്കുക. കമ്മീഷൻ. അപ്പൊ കമ്മീഷൻ ഉണ്ട്. അതർ ഇൻകം ഒരേ ഒരു ഐറ്റം ഉള്ളൂ. പക്ഷെ ഒരു ഐറ്റം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷെഡ്യൂൾ വരയ്ക്കണം. ഓക്കെ, അത് നമ്മൾ നിർബന്ധമാണ്. ചെറിയൊരു ഷെഡ്യൂൾ വരച്ചാൽ മതി. ഇത്രയും ഐറ്റംസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഷെഡ്യൂൾ ഒന്നും നിങ്ങൾ വരയ്ക്കേണ്ട എക്സാമിന്. ജസ്റ്റ് അതർ ഇൻകം എന്നിട്ട് ഒരു ഷെഡ്യൂൾ ഇതുപോലെ ഒരു വരയ്ക്കുക. കമ്മീഷൻ എഴുതുക, എമൗണ്ട് കാണിക്കുക. അപ്പൊ അതർ ഇൻകം ഉണ്ട്. അതർ ഇൻകം എത്രയാണ് ക്വസ്റ്റ്യനിൽ കാണിച്ചിട്ടുള്ളത്? അതർ ഇൻകം അതായത് കമ്മീഷൻ എത്രയാണ്? 1 lakh ആണ്. 1 lakh 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ അല്ലെ? 100 ആണ് വരുന്നത് കമ്മീഷൻ. അത് നമ്മൾ ഷെഡ്യൂളിൽ 100 കാണിക്കണം. ദെൻ എവിടെയും കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അകത്തും കാണിക്കണം 100. ക്ലിയർ? സെയിം. ഇനി പ്രോഫിറ്റ് ലോസ് എവിടെ കാണിക്കണം? അടുത്തത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അകത്ത് അതർ ഇൻകം 100. യെസ്. അപ്പൊ മൊത്തം ഇൻകം കിട്ടി. മൊത്തം ഇൻകം കിട്ടിയപ്പോ എത്രയായി? 8,000. 8,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 lakh ആണ്. ഓക്കെ, 8 lakh ആണ് നമ്മുടെ മൊത്തം ബാങ്കിന് ഇൻകം ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ഷെഡ്യൂൾ ഏതാണ്? ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറഞ്ഞ ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ 15. ഓക്കെ, അതായത് ബാങ്ക് നൽകേണ്ട ഇൻട്രസ്റ്റ്, ബാങ്കിന് കിട്ടിയ ഇൻട്രസ്റ്റ് അല്ല, ബാങ്ക് നൽകേണ്ട ഇൻട്രസ്റ്റ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇവിടെ? നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? എന്താണ്? IE ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അതെടുക്കാം. പിന്നെ പിന്നെന്താ ഉള്ളത് ഇവിടെ? നമുക്ക് ടിക്കറ്റ് പോവാം. ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് എടുക്കണം. പിന്നെ ഏതെടുക്കണം? പിന്നെ ഏതെങ്കിലും ഉണ്ടോ? IE വെച്ചെടുക്കുന്ന ഒറ്റ ഐറ്റം ഉള്ളൂ. ഒരു ഐറ്റം ഇതിൽ കാണുന്നുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് അതെടുക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെറിയൊരു ഷെഡ്യൂൾ അവിടെ വരച്ചാൽ മതി അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ചെറിയ ഷെഡ്യൂൾ നിങ്ങൾ വരച്ചാൽ മതി. ഏതിന്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫോർമാറ്റ് അനുസരിച്ചുള്ള മൊത്തം വലിയ ഷെഡ്യൂൾ ഒന്നും നിങ്ങൾ വരയ്ക്കേണ്ട. ചെറിയൊരു ഷെഡ്യൂൾ വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഷെഡ്യൂൾ നമ്പർ 16 അല്ല സോറി 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ഇതേപോലെ തന്നെ അങ്ങനെ ഷെഡ്യൂൾ ഇതേ രീതി ഫോർമാറ്റിൽ വരയ്ക്കുക. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ എമൗണ്ട് കോളം വരയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഫസ്റ്റ് എമൗണ്ട് കോളം മാത്രം മതി. ഓക്കെ, ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. എത്രയാണ് ഇവിടെ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ഉള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് എത്രയായിരുന്നു?
32 ലക്ഷം. അപ്പൊ 3 പൂജ്യം വെട്ടി കഴിഞ്ഞാല് 3200 അല്ലെ. നമ്മളവിടെ കൊണ്ട് എഴുതുന്നു 3200. സെയിം 3200 ഇനി എന്ത് ചെയ്യണം, മുകളിൽ കൊണ്ടുപോയിട്ട് എഴുതണം. ഇതിനകത്ത് ഫോർമാറ്റിനകത്ത് എഴുതുക ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് 3200. ഓക്കെ. ദെൻ ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇതിനകത്ത് കുറച്ചുണ്ട് അല്ലെ. നമുക്ക് ആ കുറച്ച് ഐറ്റംസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനകത്ത് വരുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ്? അപ്പൊ ഇനി നമുക്ക് ടിക്കറ്റ് ആണുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ജസ്റ്റ് ടിക്കറ്റ് പോവാ. സൺഡേ ചാർജസ് എടുക്കണം, റെന്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് എടുക്കണം, പിന്നെ ഓഡിറ്റേഴ്സ് ഫീസ് എടുക്കണം, ഡയറക്ടേഴ്സ് ഫീസ് എടുക്കണം. അപ്പോൾ ഒരു ഐറ്റം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അത് ഏതാണ്? പ്രൊവിഷൻ ആൻഡ് കണ്ടിജൻസി അല്ലെ. അപ്പൊ എല്ലാം നമുക്ക് എടുക്കുക നമുക്ക്. അപ്പോൾ ഇനി അടുത്തത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ ഷെഡ്യൂൾ ഉണ്ടാക്കാം. അപ്പൊ അതിനകത്ത് വരുന്നത് ജസ്റ്റ് നമുക്ക് എഴുതാം അല്ലെ. പേയ്മെന്റ് ടു എംപ്ലോയീസ്, എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞത് അതിന് നേരെ എഴുതുക. എത്രയാണ് അത്? 500. 3 പൂജ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 500 വരിക. പിന്നെ റെന്റ് ടാക്സ് ഉണ്ട്, അത് എത്രയാണ്? 3 പൂജ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 200 വരിക. പിന്നെ ഡയറക്ടേഴ്സ് ഫീസ് ഉണ്ട്. ഡയറക്ടേഴ്സ് ഫീസ് 3 പൂജ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 16 വരിക. ഡയറക്ടേഴ്സ് ഫീസ് എത്രയാണ്? ഡയറക്ടേഴ്സ് ഫീസ് 16,000 അല്ലെ. 16,000 3 പൂജ്യം കട്ട് ചെയ്യാം. അടുത്ത ഓഡിറ്റേഴ്സ് ഫീസ് ഉണ്ട് 35,000. അതിൽ നിന്ന് 3 പൂജ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 35 വരിക. ഓഡിറ്റേഴ്സ് ഫീസ് 35. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് അല്ലെ. പിന്നെ സൺട്രി ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട്. അതിനെ നമുക്ക് അതർ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അതർ എക്സ്പെൻഡിച്ചർ എത്രയുണ്ട്? സൺട്രി ചാർജസ് ഒരു 1 lakh ഉണ്ട്. അതിന് 3 പൂജ്യം കട്ട് കഴിഞ്ഞാൽ 100. ഓക്കെ. ഇനി എല്ലാം കൂടി കൂട്ടുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൂട്ടുന്ന സമയത്ത് 851 വരുന്നു. 851. ഓക്കെ. 851. സെയിം ടോട്ടലിനെ നമ്മൾ എവിടെ ചെയ്യുന്നു? ഞാൻ പറഞ്ഞു ഇൻഡിവിജ്വലി നമ്മൾ ഐറ്റംസിന്റെ ഇതിനകത്ത് കാൽക്കുലേഷൻ കാണിക്കരുത്, ടോട്ടലിലേക്ക് കാണിക്കാവോ. 851 അവിടെ എടുക്കും. ക്ലിയർ? ഇനി ഒരേ ഒരു ഐറ്റം ഇനി ടിക്ക് ഇടാൻ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ടിക്ക് ചെയ്യാൻ പറ്റും അല്ലെ. എല്ലാം ടിക്കിട്ട് പോയി. ഇനി ഒരു ഒറ്റ ഐറ്റം ഉള്ളൂ. അതേതാണ്? അത് ബാഡ് ഡെപ്റ്റ് ആൻഡ് ബാഡ് ഡെപ്റ്റ് ടു ബി റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഐറ്റം ആണ്. അത് എവിടെ കാണിക്കേണ്ടതാണ്? P&C. P&C എന്ന് പറയുമ്പോൾ ഏതാണത്? അത് പ്രൊവിഷൻ ആൻഡ് കണ്ടിജൻസി എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ കാണിക്കേണ്ടതാണ്. സോ അവിടെ എഴുതുക എത്രയാണ് എമൗണ്ട്? 3 ലക്ഷം. അപ്പൊ 300 രൂപ അല്ലെ. 3 പൂജ്യം കട്ട് ചെയ്താൽ 300. ഇനി ടോട്ടൽ ചെയ്യുക. എക്സ്പെൻസിന്റെ ടോട്ടൽ എടുക്കുക. എക്സ്പെൻസിന്റെ ടോട്ടൽ എടുക്കുന്ന സമയത്ത് വരുന്നത് 3200 പ്ലസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എക്സ്പെൻസിന്റെ ടോട്ടൽ വരുന്നത് 4351 വരുന്നത്. ഓക്കെ. ഇനി നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുന്നു. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കാൻ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? 1 നിന്നും ഇൻകത്തിൽ നിന്നും 1 മൈനസ് 2 അല്ലെ. 1 മൈനസ് 2 ആണ്. അപ്പൊ ഇവിടെ ഇൻകത്തിൽ നിന്നും 1 മൈനസ് 2 ആണ്. അപ്പൊ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇൻകം എത്രയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്? 8000 ആണ്. അപ്പോ 8000 മൈനസ് നമ്മുടെ എക്സ്പെൻസിന്റെ ടോട്ടൽ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? 4351. അപ്പൊ നമുക്ക് വരുന്ന ആൻസർ ആണ് നമ്മുടെ പ്രോഫിറ്റ് ലോസ്. ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ലോസ്. ഇപ്പൊ ഇവിടെ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് വരുന്നത് എത്രയാണ്? 3649 ആണ് അവിടെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. ക്വസ്റ്റ്യനിനകത്ത് കഴിഞ്ഞ വർഷം എന്തെങ്കിലും ബ്രോഡ് ഫോർവേഡ് ചെയ്തു എന്നുള്ളത് പറയുന്നില്ല. സോ അവിടെ എമൗണ്ട് ഇല്ല, നിൽ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വർഷത്തെ പ്രോഫിറ്റ് ടോട്ടൽ എടുക്കുന്നു. പ്രോഫിറ്റ് ടോട്ടൽ 3649. ക്ലിയർ? അപ്പൊ മൂന്നാമത്തെ സെഷൻ കഴിഞ്ഞു. ഇനി നാലാമത്തെ സെഷനിലേക്ക് പോകുന്ന സമയത്ത് ക്വസ്റ്റ്യനില് നാലാമത്തെ സെഷനിൽ എന്താ ചെയ്യേണ്ടത് ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലെങ്കിലും
എന്താണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ഒരു ബാങ്ക് നിർബന്ധമായിട്ട് 25% എന്ത് ചെയ്യണം? സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റണമെന്നുണ്ട്. അത് നമുക്ക് ചെയ്യാം. മറ്റേതൊന്നും അവിടെ എന്താണ് അതർ റിസർവിലേക്ക് എന്തെങ്കിലും മാറ്റിയോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ അത് നില്ലാക്കാം. ബാക്കിയുള്ള എമൗണ്ടിനെ എവിടേക്ക് എഴുതാം? ബാലൻസ് ഷീറ്റിലേക്ക് കൊടുത്തു എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ 25%, അതായത് ഇതിന്റെ 3000, നമ്മുടെ പ്രോഫിറ്റിന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 3649 ആണ്. 3649ന്റെ 25% എത്ര വരും? ചെയ്ത് നോക്കിയേ. 3649ന്റെ 25% എന്ന് പറയുമ്പോൾ 912.25 വരും അല്ലെ? 912.25 എന്ന് വരും. നമുക്ക് അതുപോലെ എഴുതാം. 912.25. ക്ലിയർ? പിന്നെ അതർ റിസർവുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട്, അതായത് 3649 നിന്നും 912 ആ എമൗണ്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന എമൗണ്ട്, അതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട്. അത് എത്ര വരും? 2736.75 വരും. ഓക്കെ, 2736.75 വരും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മൂന്നാമത്തതിന്റെ ടോട്ടലും നാലാമത്തതിന്റെ ടോട്ടലും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തത് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അത് ഈക്വൽ ആയിരിക്കും, എന്തായാലും ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. നമുക്ക് കറക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തിന്റെ ടോട്ടലും നാലാമത്തെ ടോട്ടലും എന്തായിരിക്കണം? എപ്പോഴും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയാം. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് 4 സ്റ്റേജ് ആണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഇൻകം, സെക്കൻഡ് സ്റ്റേജ് എക്സ്പെൻഡിച്ചർ, തേർഡ് സ്റ്റേജ് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുക, നാലാമത്തെ സ്റ്റേജ് അതിന്റെ അപ്രോപ്രിയേഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള കഥ വെച്ച് നിങ്ങൾ എന്താണ് ഷെഡ്യൂളുകളുടെ നമ്പറുകൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. അത് വെച്ച് ഫോർമാറ്റ് വരയ്ക്കാൻ പഠിക്കുക. ഫോർമാറ്റ് വരച്ചാൽ തന്നെ, അതായത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെയും ബാലൻസ് ഷീറ്റിന്റെയും ഫോർമാറ്റ് വരയ്ക്കാൻ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പകുതി മാർക്ക് ഉറപ്പിക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ ഐറ്റംസിന് നേരെ എമൗണ്ടുകൾ നിങ്ങൾക്ക് എടുത്ത് എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് 6-7 മാർക്ക് നിങ്ങൾക്ക് അങ്ങനെ തന്നെ എഴുതിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഒരു കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ അത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പം തൽക്കാലം നമുക്ക് ഇന്ന് നിർത്താം. ഈ ഭാഗങ്ങൾ അടുത്ത ദിവസം വരുമ്പോഴേക്ക് ഒന്ന് നോട്ടിലേക്കൊക്കെ എഴുതി വെച്ച് പഠിച്ച് വരിക കേട്ടോ. ഓക്കെ, ശരി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം.